ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും കൂടാതെ നബിദിന ആശംസകളും നേരുന്നു. ഇപ്പം ഞാനൊരു വീഡിയോയുമായി വന്നത് ഇന്നലെ കുറച്ച് പുറത്തു പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്ന നിങ്ങളോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് എന്നെ സഹായിക്കണം. പിന്നെ വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ ഒന്ന് പുറത്ത് പോയിരുന്നു. അസിമോന് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാനാണ്. അപ്പോൾ പോയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ അടുത്ത് കൂടെ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അസിമോന് ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടുന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബീച്ച് വഴി വന്നു. അപ്പോഴവിടെ കപ്പൽ കിടക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ കപ്പൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറി നമ്മുടെ കടലിൻ്റെ മക്കൾ അവരുടെ ഉപജീവനത്തിനായി പോകുന്നത് ഞാൻ കാണാനിടയായി. അപ്പോൾ അതും ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടതിന് ശേഷം ഞാനും അസിമോനും അവരുടെ വാപ്പിയുമായി ഞങ്ങൾ ബീച്ചിലോട്ട് ഒന്ന് പോയി. ബീച്ചിൽ പോയി നല്ല കാഴ്ചകളായിരുന്നു ബീച്ചിൽ കണ്ടത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാനൊന്നും നിന്നില്ല. കാര്യം ചുമയുള്ളത് കൊണ്ട് കൂടുതലും ഞങ്ങൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീമാണ് കുടിക്കാറുള്ളത്. ചുമയായതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം. അവിടെ ചോളം കിട്ടും കേട്ടോ, പുഴുങ്ങിയ ചോളമേ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായയൊക്കെ കുടിച്ചായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷെ ഞങ്ങൾ കുടിച്ചിട്ട് പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അസിമോൻ എടുത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കാണിച്ച് വീട്ടിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ റോഡിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഓണമല്ലേ, ഓണത്തിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ റോഡിലൊക്കെ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചത്, പുറത്തുനിന്നൊന്നും വാങ്ങിയില്ല. ഇന്നലത്തെ ദിവസം പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കൂടുതലും സമയം നമ്മൾ ഈ തുണിക്കടയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, അസിമോന് അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു. കാര്യം അവന് നല്ല നല്ല കളർ ജീൻസ് എടുത്തു. പിന്നെ നല്ല ഷർട്ടൊക്കെ എടുത്ത് നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വീട്ടിലിടുന്നതും പുറത്തിടുന്നതും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വേറെ കുറച്ച് കാര്യം ഞാനിത് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് പിന്നെ വീട്ടിൽ വന്നു. പിന്നെ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പം എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് വന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും എല്ലാം തന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത്, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കാണണം, എൻഡ് വരെ കാണണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ പ്രത്യേകിച്ച് പറയണമല്ലോ, എൻ്റെ ചാനൽ ദയവേത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യണം. അതോടെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി പുതിയ